ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വീടായാലും ഫ്ലാറ്റായാലും ഷോപ്പായാലും അത്യാവശ്യം വേണ്ട എർത്തിങ്ങിനെ കുറിച്ചാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ടതാണ്. കാരണം വീട് വയ്ക്കുമ്പോൾ ഏറ്റവും അവഗണിക്കുന്ന ഭാഗവും എന്നാൽ ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള ഭാഗവും എർത്തിങ്ങാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജായാലും മിക്സി ആയാലും ഗ്രൈൻഡർ അങ്ങനെയുള്ള പല സാധനങ്ങളിൽ നിന്നും അയൺ ബോക്സ് തുടങ്ങിയ സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഷോക്ക് കിട്ടാറുണ്ട്. എന്തുകൊണ്ടാണ്? കൃത്യമായ എർത്തിങ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഷോക്ക് കേൾക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പുതിയൊരു വീട്ടിൽ EV കാർ മേടിച്ചപ്പോൾ അവർ ചാർജ് ചെയ്തപ്പോഴത്തേക്ക് എറർ കാണിച്ചു. അപ്പോൾ കമ്പനിക്കാർ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു എർത്ത് ഇല്ലാത്തതുകൊണ്ടാണ് എറർ കാണിക്കുന്നത്. അപ്പോൾ എർത്ത് പുതിയതായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു 3 അടി 2 അടി സ്ക്വയറിൽ ഒരു 5 അടി പിറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ എർത്ത് കുഴി എടുക്കുന്ന ആശാൻ കേട്ടോ. പുള്ളി 70 അടി കിണറൊക്കെ നിർമ്മിച്ച അവാർഡ് വാങ്ങിച്ച ഒരാളാണ്. പുള്ളിയാണ് നമ്മൾ എർത്ത് കുഴി എടുക്കാൻ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് എർത്തിങ് എന്ന് പറഞ്ഞാൽ, വൈദ്യുത ഉപകരണങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ലീക്കേജ് കറണ്ടിനെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് വിടുന്ന സംവിധാനമാണ് എർത്തിങ്. എർത്തിങ്ങിൻ്റെ ആവശ്യകത എന്തെന്നാൽ, 1 നമ്മുടെ ജീവൻ സംരക്ഷിക്കുക, 2 ഉപകരണങ്ങളുടെ സുരക്ഷ, 3 തീപിടുത്തം ഒഴിവാക്കൽ. എർത്തിങ് 2-3 രീതിയിലുണ്ട്. ഒന്ന് GI പൈപ്പ് ഉപയോഗിച്ചുള്ള എർത്തിങ്ങാണ്. പിന്നെ ഒന്നുള്ളത് എർത്ത് റോഡ് ഉപയോഗിച്ചുള്ളത്. പിന്നെ ഉള്ളത് സ്ട്രിപ്പ് ഉപയോഗിച്ച്. നമ്മൾ സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത്. 25x3 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കോപ്പർ സ്ട്രിപ്പാണ് ഇത്. നമ്മൾ സാധാരണ നട്ടും ബോൾട്ടും ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് വെൽഡ് ചെയ്തു, സോൾഡർ ചെയ്ത് നമ്മൾ കറക്റ്റ് അളവെടുത്ത് കട്ട് ചെയ്ത് മെഷീനിൽ കട്ട് ചെയ്ത് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. നട്ടും ബോൾട്ടും ഹോൾ ചെയ്ത് നട്ടും ബോൾട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറേ കഴിയുമ്പോൾ നട്ട് ദ്രവിച്ച് പോകും. അപ്പോൾ കറക്റ്റ് കോപ്പർ കോണ്ടാക്റ്റ് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഹോൾ ഇടാനായിട്ട് ഡ്രില്ല് മെഷീൻ ബിറ്റിനെ കാട്ടി എളുപ്പം ഈ സെൽഫ് ത്രെഡ് സ്ക്രൂ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റും, ഹോൾ ഇടാൻ പറ്റും. മറ്റേ ബിറ്റാണെങ്കിൽ ഒരുപാട് നേരം നിന്ന് കറങ്ങും. അല്ലെങ്കിൽ പിന്നെ കൂടിയ ബിറ്റ് വാങ്ങിക്കണം. ഒരു ബിറ്റ് വാങ്ങിക്കുമ്പോൾ 400 രൂപ 500 രൂപ ഒരു ബിറ്റ് വരും. സ്റ്റീൽ ബിറ്റുണ്ട്. അതും കുറേ കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി പാടാണ്, അതിൻ്റെ മൂർച്ചയൊക്കെ പോകും. അപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 രൂപ എടുക്കുമ്പോൾ കുറേ സെൽഫ് ത്രെഡ് സ്ക്രൂ കിട്ടും. അതിട്ട് നമ്മൾ മാക്സിമം ഹോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ വലിയ ബിറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ പൈപ്പിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾ ഇട്ടത്. അപ്പം ഇതുണ്ടോ, നമ്മൾ ഇതിൻ്റെ കൂടെ ഈ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എർത്ത് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പൈപ്പിൽ നമ്മൾ അവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടോ, അവിടെ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം എല്ലായിടത്തും ഒരേ കണക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം പ്രധാനമായിട്ടും ഈ എർത്തിങ്ങിന് വെള്ളം ആണ് പ്രധാനം. എപ്പോഴും ഈർപ്പം, ജലാംശം കൂടുതൽ വേണം എർത്തിങ്ങിന്. പക്ഷേ പലരും നമ്മൾ എർത്ത് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ വെള്ളം ഒഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. മിക്കവാറും കെമിക്കൽ എർത്താണ് ചെയ്യുന്നത്. മണ്ണും കൂടെ മിക്സ് ചെയ്ത് വലിച്ച് പൈപ്പ് ഇതേപോലെ റോഡും ഇതൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം ഒഴിക്കണം. എപ്പോഴും വെള്ളം ഒഴിച്ച് നമ്മൾ ചവിട്ടി അമുക്കി വെള്ളം നല്ലപോലെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഇതിപ്പം കരി ഇട്ട് അതിന് വെള്ളം ഒഴിച്ച്, അത് കഴിഞ്ഞ് മണലിട്ട്, അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 1 ടാങ്ക് വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അത്രയും വെള്ളം നമ്മൾ ഉപയോഗിച്ചു. കാരണം എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് എർത്തിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പം ആദ്യം നമ്മൾ കരി, അത് കഴിഞ്ഞാൽ മണൽ, അത് കഴിഞ്ഞാൽ കരി, വീണ്ടും അങ്ങനെ ലെയറായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെള്ളവും കൂടെ മിക്സ് ചെയ്തുകൊണ്ടേയിരുന്നു. ഉപ്പ് ഉപയോഗിച്ചില്ല. ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് കറക്കാൻ ഇടയുണ്ട്. അപ്പം നമ്മൾ ദൂരെ കൂട്ടി ഇട്ടാൽ പോലും ചിലപ്പോൾ ഈ ഇതിൻ്റെ പ്ലേറ്റ് കറക്കാൻ ചാൻസ് ഉണ്ട്, കോപ്പറായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പിട്ടില്ല. അതിന് പകരം നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ട് വെള്ളം സ്ഥിരമായിട്ട് ഒഴിക്കാൻ വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേനൽ സമയത്തൊക്കെ വെള്ളം ഒഴിക്കാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ തറ നിരപ്പിൽ നിന്നും 3 ഇഞ്ച് താഴ്ന്നു നിൽക്കണം പൈപ്പ്, GI പൈപ്പ്. അങ്ങനെയാണ്
കൃത്യമായിട്ട് പറയുന്നത് എർത്തിങ്ങിൻ്റെ. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ഈ കോപ്പർ 10-ൻ്റെ കോപ്പറാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് നേരെ ഈ ഇതിൻ്റെ ഗ്രൗണ്ടിൽ, അതായത് ഈ 5 അടി ആഴത്തിൽ അവിടുന്ന് നമ്മൾ താഴെ നിന്ന് അവിടെ നട്ട് ബോൾട്ടിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വന്നു. ഇപ്പോൾ ബോർഡിൽ വന്നാലും നമ്മൾ നട്ട് ബോൾട്ടിട്ടാണ് കിടക്കണം. അപ്പോൾ താഴെ നിന്ന് നമ്മൾ നട്ട് ബോൾട്ടിട്ട് കണക്ട് ചെയ്ത്, മുകളിലും നമ്മൾ നട്ട് ബോൾട്ടിട്ട്, അപ്പോൾ ഒരു ഒന്ന് പോയാൽ ഒന്നെങ്കിലും ഉണ്ട്. നമ്മൾ ലാസ്റ്റ് വാല്യൂ ആണ് കേട്ടോ, നമ്മൾ എർത്ത് ചെയ്തതിന് ശേഷം നമ്മൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ കാണുന്നത്.